ഈ മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ. ഇപ്പോൾ ചേട്ടനാണെങ്കിലും ഇന്ന് രാവിലെ വന്നത് ഊബർ വിളിച്ചിട്ടാണ്. ഊബർ അല്ലെങ്കിൽ ഓല ഇതുപോലത്തുള്ള ആപ്പ് ഉപയോഗിച്ച് ഓട്ടോറിക്ഷയും കാറും ഒക്കെ വിളിച്ചാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കും. പിന്നെ ഈ വണ്ടിയെ കയറിയിട്ട് പിന്നെ ഓട്ടോക്കാരോട് ഉണ്ടാക്കണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കൊണ്ടുപോയിക്കോളുമല്ലോ, വഴിയും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഈ ആപ്പുകൾക്കുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഈ ആപ്പുകൾ നമ്മളെ പറ്റിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി തന്നെ ഇടപെട്ടിട്ട് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഏജൻസിയോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക. സംഭവം എന്താണെന്നറിയോ? നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൻ്റെ വില, അതിൻ്റെ ബ്രാൻഡ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ച് ഓരോരുത്തർക്കും പല റേറ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്ന വണ്ടിക്ക് വരുന്ന റേറ്റ് ആയിരിക്കില്ല അതേ സമയത്ത് അതേ സ്ഥലത്തേക്ക് പോകാൻ അതിനേക്കാളും കുറഞ്ഞ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് കിട്ടുന്നത്. ഇങ്ങനൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് കേന്ദ്രമന്ത്രി തന്നെ സമ്മതിച്ചു, അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുക. അത് തട്ടിപ്പാണോ അതല്ലേ സോഷ്യലിസം? കാശുള്ളവന് കൂടുതൽ, വൻകിടക്കാർക്ക് കൂടുതൽ റേറ്റ്, പാവങ്ങൾക്ക് കുറഞ്ഞ റേറ്റ്, BPLകാർക്ക് ഫ്രീ. അതില്ല, ഇല്ല, ഫ്രീ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഏതായാലും ഫോണിൽ, സ്മാർട്ട് ഫോണിൽ BPLകാരനുണ്ടല്ലോ, അവർ റേറ്റ് കുറയ്ക്കുന്നു, ഐഫോൺകാരന് കൂട്ടുന്നു. അതിൽ തെറ്റെന്താ? അങ്ങനെ ഒരു ഐഡിയോളജിക്കല്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണ്. അപ്പോൾ ഇത് അനുഭവിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു ചിട്ടയോ നിയമമോ നയമോ നിങ്ങൾക്കുണ്ടാക്കാം, പക്ഷെ അത് നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം ഊബർ നിങ്ങളുടെ കീഴിലല്ല. ഊബർ ഒരു അമേരിക്കൻ കമ്പനിയാണ്, ഓല ഇന്ത്യൻ കമ്പനിയാണ്. അത് വേറെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വന്ന് ടേക്ക് ഓവർ ചെയ്തോ? അപ്പോൾ പിന്നെ അതും പോയി. അപ്പോൾ ഇത് ഞാൻ ഈ ഫ്ലൈറ്റ് ബുക്കിങ്ങിൽ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് ഞാൻ ഡെസ്ക്ടോപ്പിൽ ആണ് ബുക്ക് ചെയ്യാറുള്ളത്, മൊബൈലിലല്ല. അപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാനിങ്ങനെ നോക്കും, ക്ലിയർ ട്രിപ്പിൽ നോക്കി ബോംബെക്കുള്ള റേറ്റ് നോക്കി 7400 രൂപ. അപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ വന്നു, ഞാൻ അപ്പുറത്ത് പോയി തിരിച്ചു വന്ന് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു റേറ്റ് ആയിരിക്കും, ഒരു 500 രൂപ കൂടി കാണും. ഇവൻ റേഡ് കൂട്ടി, വേണ്ട മേക്ക് മൈ ട്രിപ്പ്, അതിൽ പോകും. അവൻ ക്ലിയർ ട്രിപ്പിൻ്റെ അതേ റേറ്റ് കാണിക്കുന്നു. തിരിച്ച് ഞാൻ ക്ലിയർ ട്രിപ്പിൽ പോകും, ക്ലിയർ ട്രിപ്പ് പോകുമ്പോൾ അവൻ വീണ്ടും റേറ്റ് കൂട്ടിയിരിക്കുന്നു. ഞാനങ്ങ് വിട്ടുകളയും, ഇനി ഇന്ന് ബുക്ക് ചെയ്യുന്നില്ല. പിറ്റേ ദിവസം ഞാൻ ബുക്ക് ചെയ്യും, എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഫെയർ കാണിക്കും. ഇതിന് ന്യായം അവർ പറയുന്നത്, ഈ എയർ ഫെയർ വിൽ ഓൾവേസ് ബി ചേഞ്ചിങ് ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്കറ്റ് സിറ്റുവേഷൻ. മാർക്കറ്റ് സിറ്റുവേഷനൊന്നുമല്ല, ഇവരങ്ങ് ചുമ്മാ തോന്നിയാസം കൂട്ടുകയാണ് എന്ന് ഞാൻ ആരോപിക്കുന്നു. കാരണം മാർക്കറ്റ് സിറ്റുവേഷൻ എങ്ങനെ എന്ത് സിറ്റുവേഷൻ? നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് ബോംബെക്ക് പോകാനൊരു ചിലവുണ്ട്. ആ ചിലവ് മൊത്തം സീറ്റിന് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ റേറ്റ് തീരുമാനിക്കേണ്ടത്. സത്യത്തിൽ നിങ്ങളുടെ ലാഭമൊക്കെ ചെറുത്ത് തീരുമാനിക്കുക, എന്നിട്ട് ഫിക്സഡ് റേറ്റ് ആക്കുക. പണ്ട് ഇന്ത്യൻ എയർലൈൻസ് ഓടിക്കൊണ്ടിരുന്നത് എങ്ങനെ? ഫിക്സഡ് റേറ്റാണ്, എപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും റേറ്റ് എന്നാണ്. ഇപ്പോൾ KSRTC ബസ് റേറ്റ് ഫിക്സഡ് അല്ലേ? അവരും ബാംഗ്ലൂർ ബസ്സിന് ഇപ്പോൾ ഇത് കളിക്കാൻ തുടങ്ങി. അതെ, റേറ്റ് ഡിമാൻഡ് കൂടി കഴിയുമ്പോൾ റേറ്റ് കൂട്ടുക. ഡിമാൻഡ് കഴിയുമ്പോൾ ഞാനൊന്ന് ഈ കുംഭമേളയ്ക്ക് പോകാൻ വാരണാസി ഫ്ലൈറ്റ് നോക്കി. ഒരു 10 ദിവസം മുമ്പ് 7000 രൂപ ഉണ്ടായിരുന്ന ടിക്കറ്റിന് 22,000 രൂപയാണ് ഇന്ന്. അതെ, അതാകും. ഞാൻ കാണക്കാണ് ഇതുപോലെ ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ. അവസാനം ഞാൻ ട്രിപ്പ് തന്നെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തോ സംശയം തോന്നിയിട്ട് എനിക്ക് കാണക്കാണ് ഇത് വർദ്ധിക്കുന്നത്. ഓരോ തവണയും നോക്കുമ്പോൾ ഇത് നമ്മൾ വേറൊരു ഇതിൽ നോക്കും, അതിൽ നോക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ വീണ്ടും കൂടി. അപ്പോൾ ഞാൻ ഒറിജിനൽ ഇൻഡിഗോയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നോക്കും, അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നു. എന്നാൽ പിന്നെ ഇതിലും നമ്മൾ സ്ഥിരം ബുക്ക് ചെയ്യുന്നതാണല്ലോ, ഇവിടെ വരുമ്പോൾ ഇവിടെ വീണ്ടും 1200 രൂപ കൂടിയിരിക്കുന്നു. പക്ഷേ ചേട്ടാ, അതിനകത്തൊരു പ്രശ്നം, അത് ഇവർ ഡെലിബറേറ്റ്ലി കൂട്ടുന്നതാണ്. മറ്റത് സിസ്റ്റം തീരുമാനിക്കുകയാണ്. ഈ വിളിക്കുന്നവൻ ഉപയോഗിക്കുന്ന ഫോൺ അതനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത് ഒരു മര്യാദ. ഇത് ഡെലിബറേറ്റ്ലിയും കൂട്ടാം, മറ്റതും ഡെലിബറേറ്റ് ആണ്. ഡെലിബറേറ്റ് ആയിട്ട് ഒരു അൽഗോരിതം ഉണ്ടാക്കി അവരിട്ടിരിക്കുന്നു. വിളിക്കുന്ന കോള്, വണ്ടിയുടെ ഡിമാൻഡ് വരുന്ന ഡിവൈസ് ഏതാണെന്ന് നോക്കിയിട്ട്
അതനുസരിച്ച് അവർ റേറ്റ് ഫിക്സ് ചെയ്യുന്നു. ഐഫോണിൽ നിന്നാണ് വരുന്നത്, ലേറ്റസ്റ്റ് ഐഫോൺ ആണെങ്കിൽ ആ ഒരു 40% കൂട്ടിയിട്ട് പേ ചെയ്യാൻ കഴിവുള്ളവരാണ്. ഓട്ടോമാറ്റിക്കലി ഇത് ശ്രദ്ധിക്കാതെ ചെയ്യുന്നവരുണ്ടറിയാമോ? ഈ ദേ ജസ്റ്റ് ഡോണ്ട് കെയർ. ഊബർ എടുത്തു, ബുക്ക് ചെയ്തു, എത്ര വന്നോ അത്ര വന്നു. ദേ ഡോണ്ട് കെയർ. ഇന്നലെ ഞാൻ പോയപ്പോൾ 400 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നിപ്പോൾ 700 രൂപ ആയതെങ്ങനെ? ഇതൊന്നും അവർ ചിന്തിക്കാറില്ല. ബിക്കോസ് ദേ ആർ എക്സ്ട്രീംലി ബിസി ആൻഡ് ദേ ആർ ഫിൽത്തി റിച്ച്. സോ ദേ ജസ്റ്റ് ഡോണ്ട് കെയർ. ഇത് ഊബറിനും അറിയാം. നമ്മുടെ മൊബൈൽ ബില്ല് വരുന്നതല്ലേ, 641 രൂപ ഒരു മാസം വന്നു, 643 അടുത്ത മാസം വന്നു. 2 രൂപയുടെ കൂടുതലേ ഉള്ളൂ. ഈ 2 രൂപ വെച്ച് 10 ലക്ഷം പേരാണ് അവർ കൂട്ടുന്നത്. ആരും കംപ്ലൈൻറ്റ് ഇല്ല, 2 രൂപയല്ലേ ഉള്ളൂ. ഇപ്പം ഒരു റേഞ്ചാണ് നമ്മുടെ മനസ്സ്. പോസ്റ്റ് പെയ്ഡിൻ്റെ കാര്യം ഞാൻ പറയും, ഒരു റേഞ്ച് നമ്മുടെ മനസ്സിൽ. ഒരു 640 650 വരും എൻ്റെ ബില്ല്. അതിനിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ അടയ്ക്കും. അല്ല, മൊബൈൽ കമ്പനിക്കാർ ചെയ്ത വേറെ തട്ടിപ്പുണ്ട്. അവരുടെ കലണ്ടറിൽ ഇപ്പോൾ 13 മാസമാണ്. അവരെന്ത് ചെയ്തു? ഒരു മാസം എന്നുള്ളത് 26 മുതൽ 28 ദിവസമായിട്ട് കുറച്ചു. അതെ. അപ്പോൾ ഒരു മാസം ചില്ലറ എക്സ്ട്രാ കിട്ടി. 12 പകരം 13 തവണ ഒരാൾ റീചാർജ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്ന വേറെ കാര്യമുണ്ട്. ഇതിപ്പം ഈ കാറ് ടാക്സി വിളിക്കുന്നത് പരിശോധിച്ചപ്പോൾ ഇതുപോലെ ഓൺലൈനിൽ വലിയ ബിസിനസ്സാണ് ഈ ഓൺലൈൻ ഭക്ഷണം വാങ്ങുന്നത്. അതിനും ഇത് ബാധകമുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ ഏജൻസി, ഞാനത് കേട്ടിട്ടില്ല, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഏജൻസിക്ക് എന്ത് അധികാരമുണ്ടെന്നറിയില്ല, അവരോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഭക്ഷണം, അതിൻ്റെ റേറ്റ് എനിക്ക് തീരുമാനിക്കാം. അതൊരാളുടെ വീട്ടിൽ കൊണ്ടുചെന്ന് കൊടുക്കണം, അതിൻ്റെ റേറ്റും എനിക്ക് തീരുമാനിക്കാം. 2 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷേ എനിക്ക് 200 രൂപ വേണം. തനിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാം, അല്ലെങ്കിൽ താൻ ഓർഡർ ക്യാൻസൽ ചെയ്തോ. ഇതാണ് കണ്ടീഷൻ. ഇത് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റേതിൽ ചെയ്യാൻ പറ്റില്ലേ? അതൊരു കിലോമീറ്ററിന് ഇത്ര രൂപയെ കൂടുതൽ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൂടെ സർക്കാരിന്? പറയാൻ വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്ത് എടുക്കാനാണ് പ്രയാസം. കാരണം ഈ ആപ്ലിക്കേഷൻസ് ആർ ബേസിക്കലി ഫോറിൻ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് എന്ത് കൺട്രോളാണ് ഉള്ളത്? യു ഡോണ്ട് ഹാവ് എനി കൺട്രോൾ. അപ്പോൾ നേരത്തെ ഇത് പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ വിഷയത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ ആപ്പുകൾ നമ്മളെ എങ്ങനെയൊക്കെ ലൂട്ട് ചെയ്യുന്നു, കൊള്ളയടിച്ചുകൊണ്ട്. ഞാൻ ഇനി അത് പറയില്ല. ഈ കളവിന് ഇതല്ലാതെ വേറെ പണിയില്ല എന്ന് ആൾക്കാർ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാകുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്തു. ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്, ഇപ്പോൾ ഇന്ത്യയിൽ നല്ല ബ്രെയിനുള്ള കുട്ടികൾ ധാരാളമുണ്ട്, ഇഷ്ടം പോലെ ടാക്സി ഓട്ടോക്കാരൊക്കെ ഉണ്ട്. അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി, മോനെ ഞങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ, ഈ കൊള്ളയടിയും സംഗതിയൊന്നും വേണ്ട, ന്യായമായ റേറ്റ്, ഫിക്സഡ് റേറ്റ്, കിലോമീറ്റർ റേറ്റ്, അത് വെച്ച് ഞങ്ങൾക്കൊരു ആപ്പ് ഉണ്ടാക്കിത്താം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് എറണാകുളം സിറ്റി അവർക്ക് ഓടാം. അവർക്കും താല്പര്യമില്ല. അല്ല, അങ്ങനെ വന്നതൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. ചിലതൊക്കെ വന്നിരുന്നു. പരാജയപ്പെടുത്തിയതാണ്. ഈ പലതരം ആൾക്കാരുണ്ടല്ലോ, ഇത് അലമ്പാക്കുക, അന്യോന്യമുള്ള കുശുമ്പ്, അത് ഇതൊക്കെ വെച്ചിട്ട്. അതല്ലാതെ അത് ഭംഗിയായിട്ടത് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പിള്ളേർ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി തരും. നിങ്ങൾ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഓപ്പറേഷനൊന്നും പോകണ്ട. ചെറിയ ടൗൺ, എറണാകുളം, തൃശ്ശൂർ, പത്തനംതിട്ട, കോട്ടയം, അവിടുത്തെ മാത്രമായിട്ട് ചെയ്യുക. ഇത് തമ്മിൽ ഇൻ്റർ കണക്ഷൻ അത് ഇതൊക്കെ വന്നു കഴിയുമ്പോൾ വേറെ. ബട്ട് പൊതുവേ നമ്മുടെ നാട്ടിലെ ടാക്സി ഓട്ടോക്കാർക്കൊക്കെ ഒരു കുറച്ചിലാണ് ഒരാളെ വീട്ടിൽ പോയി പിക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ട്? അങ്ങോട്ട് വാന്ന് പറയും. അതെ. നിങ്ങൾ അവിടെ സ്റ്റാൻഡിൽ പോകണം. സ്റ്റാൻഡിൽ പോയി കഴിയുമ്പോൾ എവിടെ പോകാനാ? അത് ഇന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യണോ? അല്ല, വെയിറ്റ് ചെയ്യണ്ട, ഡ്രോപ്പ് ചെയ്താൽ മതി. അടുത്ത ആളിനോട് നീ പോകുന്നുണ്ടോടാ? എവിടെ? അപ്പോൾ നമ്മൾ അയാളുടെ അടുത്ത് പോയിട്ട് അയാളുടെ അടുത്ത് ഈ പട്ടാങ്ങെല്ലാം അടിക്കണം, എവിടെയാണ് പോകേണ്ടത്, വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. ഈ കഥയെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അയാൾ വീണ്ടും അല്ല ചേട്ടൻ തന്നെ ഓടിക്കോ. ഇങ്ങനെ ആളുകളെ ഒരു അനാവശ്യമായിട്ട് അവരെ ഉപദ്രവിക്കുന്നതാണ് കസ്റ്റമർ എന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്നത്. ചെയ്യാത്തവരും ധാരാളം ഉണ്ട് കേട്ടോ.
ചെയ്യുന്നവരെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ തട്ടുക, ക്യൂവിൽ ഓട്ടോ. അപ്പോൾ അതുപോലെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ് എല്ലാവർക്കും. വരുന്നവരുണ്ട്, വരാത്തവരുമുണ്ട്. എന്തുകൊണ്ട് വീട്ടിൽ പോയി പിക്ക് ചെയ്തുകൂടാ? നിങ്ങൾക്കൊരു ഓട്ടം കിട്ടുന്നില്ലേ? ആ പിക്ക് ചെയ്യാനുള്ള ഓട്ടത്തിൻ്റെ പൈസ കൂടെ നിങ്ങൾ ചേർത്തോളൂ. ഈ ഊബർ, ഓല ഇവരുടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് 4 കിലോമീറ്റർ ഓടും. ആ 4 കിലോമീറ്ററിൻ്റെ പൈസ ഈ ഡ്രൈവറുടെ പോക്കറ്റിൽ നിന്ന് പോകും. ഇതിനു വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഓലയുമായിട്ട്. എറണാകുളത്ത് ഓല ഡ്രൈവേഴ്സ് സ്ട്രൈക്കിൽ പെട്ടു. അപ്പോൾ ഓലയുമായിട്ട് സംസാരിക്കണം. ഓലക്കാരന്, അവൻ ബാംഗ്ലൂരായിരിക്കുന്നത്, അവന് ഹിന്ദിയും ഇംഗ്ലീഷും അറിയാവുള്ളൂ. ഇവർക്ക് മലയാളമേ അറിയാവുള്ളൂ. അപ്പം ഞാൻ ഇവർക്ക് വേണ്ടി എനിക്ക് പരിചയമുള്ള ഡ്രൈവറാണ്. പുള്ളി പറഞ്ഞു, സാർ ഒന്ന് സംസാരിക്കണം, തർജ്ജമ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ ലേബർ ഡിസ്പ്യൂട്ടിലൊന്നും ഇടപെടണ്ട, ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ശരി എന്നൊക്കെ പറഞ്ഞ് നമ്പർ തന്നു. ഞാൻ അവരെ വിളിച്ചു. അവർ വളരെ ഹാർഷായിട്ട്, നിങ്ങളാരാ? അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഹൈക്കോടതിയുടെ വക്കീലാണ്, ഓല ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുകയാണ്. ദേ ഹാവ് ഓതറൈസ് മീ ടു സ്പീക്ക് ടു യു. അപ്പോൾ ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞപ്പോൾ അവനൊന്ന് വിഷമിച്ചു. കാരണം അവന് കംഫർട്ടബിൾ ഹിന്ദിയാണ്, ഇംഗ്ലീഷ് തപ്പിത്തറഞ്ഞൊക്കെ അവൻ പറയും. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ അപ്പർ ഹാൻഡ് എടുത്തിട്ട് ഞാൻ സംസാരിച്ചു. സംസാരിച്ച് 1-2 പറഞ്ഞു വന്ന് ഞാൻ ഓല ഡ്രൈവേഴ്സിൻ്റെ വക്താവായിട്ട് അങ്ങ് മാറി, പക്ഷം പിടിക്കുന്ന ആളായിട്ട് മാറി. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണിച്ചത് സൂപ്പർ പോക്കൃത്തര ഇതാണ്. ഈ പിക്കപ്പിനുള്ള പൈസ ഈ ഡ്രൈവറുടെ നിങ്ങൾ വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ 4 കിലോമീറ്റർ അവന് ഓടി വന്നെങ്കിൽ എൻ്റെ ട്രിപ്പിൻ്റെ കാശ് പ്ലസ് 4 കിലോമീറ്റർ കൊടുക്കാൻ എനിക്കറിയാം. അതും കൂടെ ചേർത്താണ് ഒരു ക്ലയൻറ്റ്. സാധാരണ ഒരു ടാക്സി നമ്മൾ വിളിച്ചാൽ അയാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന കാശ് നമ്മൾ കൊടുക്കുന്നത്, അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിയതിൻ്റെ കാശല്ലല്ലോ കൊടുക്കുന്നത്. അതേ പ്രിൻസിപ്പിൾ ഇവിടെ എടുക്കേണ്ടതല്ലേ? 1-2 പറഞ്ഞ് ഉടക്കായി. അവർ പറഞ്ഞു, കൊച്ചിയിൽ മാത്രമാണ് ഈ തലവേദന, ഞങ്ങൾ കോഴിക്കോട്, ബാംഗ്ലൂർ. ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും നിങ്ങൾ കാണിക്കുന്ന മഹാമോശമാണ്. ഒരു ചുക്കും ചെയ്തില്ല അവന്മാർ കേട്ടോ. ഇവർ നിസ്സഹായരുമായി പോയി ഓല ഡ്രൈവേഴ്സ്. അവർക്കൊന്നും എന്ത് ചെയ്യാനാണ്? ആകാശത്തിരിക്കുന്ന ഒരു തമ്പുരാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? തോറ്റുപോയി അവരുടെ സമരം. ഇതൊക്കെ കാണിക്കുന്നത് അന്യായമാണ്. ഇതിലെല്ലാം സർക്കാർ ഇടപെടേണ്ടതാണ്. ഒരു കാരണവശാലും ഒരു ടാക്സിക്കാരൻ നമ്മുടെ ആവശ്യത്തിന് നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വരുമ്പോൾ ആ പിക്കപ്പ് ചെയ്യാൻ ഓടുന്ന 2, 3, 1.5 കിലോമീറ്ററിൻ്റെ പൈസ നമ്മളാണ് കൊടുക്കേണ്ടത്. അതെ, അത് കൊടുക്കാൻ ആൾക്കാർ തയ്യാറാണ്. 450 രൂപ ടാക്സി ഫെയർ കൊടുക്കുമ്പോൾ 20 രൂപയും കൂടെ ചേർത്ത് 470 ആയി കഴിഞ്ഞാൽ എന്ത് വരാനാണ് അയാൾക്ക്? അതേസമയം ആ ഡ്രൈവറുടെ ആലോചിച്ച് നോക്ക്, ഒരു ദിവസം 20 ട്രിപ്പിൽ അയാളുടെ രൂപ എത്ര പോകും? ഈ അന്യായം മുഴുവൻ നടക്കുന്നു. സർക്കാർ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്നു. കാരണം ഇതൊക്കെ ഫോറിൻ ആപ്പുകളാണ്. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നു കേന്ദ്രമന്ത്രി ഇപ്പം ഒരു തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു ഇടപെടലിൻ്റെ ഭാഗമാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. അതിപ്പോൾ കൺസ്യൂമർ ഫോറത്തിൻ്റെ തലയിൽ വയ്ക്കുക. അവരെന്താ അന്വേഷിക്കാൻ? അവർക്ക് മെക്കാനിസം എന്താ അന്വേഷിക്കാൻ? സ്റ്റാഫ് വേണ്ടേ? എവിടെ പോയി അന്വേഷിക്കാൻ? അതും ശരിയാണ്. പല ഫോണുകളിൽ നിന്ന് ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് ഇവരെ അക്കൗണ്ടബിൾ ആക്കുക. ഇവരിയ്ക്കുന്നത് അമേരിക്കയിൽ. ഇവിടെയുള്ള ഊബർ ഇന്ത്യ അവർ കൈമളത്തും. ഞങ്ങൾ എന്ത് ചെയ്യാനാ സാർ? അതൊക്കെ അവിടെ നിന്നാണ് ഫോർമുല തീരുമാനിച്ചത്. സത്യമാണ്. അൽഗോരിതം അവിടെ നിന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഫങ്ഷൻ. നോബഡി ഹാസ് ഗോട്ട് എനി കൺട്രോൾ. ഏതായാലും TG കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് നമ്മുടേതായ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായി വരട്ടെ. നമ്മുടെ പ്ലാറ്റ്ഫോം ഉണ്ടായാലേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ സർക്കാരിന്. ഇതുപോലെ ആരെങ്കിലും കൊള്ളയടിക്കുന്നെന്ന് പറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ നിയന്ത്രണം വന്നാലേ പറ്റുള്ളൂ. ഇത് നമ്മുടെ നിയമം ബാധകമല്ലാത്ത ഒരാളിനെ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യും? അല്ല, ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് കൂടെ പറഞ്ഞു പോവാം. ഈ ടിക്ടോക്കിൻ്റെ കാര്യത്തിൽ ട്രംപ് ഒരു നിലപാട് മാറ്റിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ അവരുടെ സൗകര്യം പോലെ ട്രംപ് അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യും. അല്ല, നമ്മൾ നിരോധിച്ചിരിക്കുക ടിക്ടോക്ക്. കൊടുക്കൽ വാങ്ങൽ നടത്തും. ട്രംപ് ചിലപ്പോൾ ആ നിരോധനം എടുത്ത് മാറ്റും. അമേരിക്കയിൽ മാറ്റുമെന്നാണ് മാറ്റുന്നത്. അയാൾ എക്സ്ചേഞ്ച് ചോദിക്കുകയാണ് ചൈനയുടെ അടുത്ത്. ഞാൻ ടിക്ടോക്ക് നിരോധനം മാറ്റിത്തരാം, ബട്ട് യു ഹാവ് ടു ഡു ദിസ് തിങ് ഫോർ മീ. ടിക്ടോക്ക് വെച്ച് ബാർഗെയിൻ ചെയ്യാണ് ട്രംപ്. ചൈനയ്ക്ക് ചിലപ്പോൾ മുട്ട് കുത്തേണ്ടി വരും അതിന്. കാരണം ടിക്ടോക്കിൻ്റെ വലിയ മാർക്കറ്റായിരുന്നു അമേരിക്കയിൽ പൂട്ടിപ്പോയത്. അപ്പോൾ ആ മാർക്കറ്റ് തിരിച്ചു വേണമെങ്കിൽ ട്രംപ് കൗണ്ടർ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ദാറ്റ് കണ്ടീഷൻ. അല്ല, ഇതേ സ്ട്രാറ്റജി നമുക്ക് എടുത്തുകൂടെ? മിനിമം അതെങ്കിലും ചെയ്തുകൂടെ?
എടുക്കാം, പക്ഷേ അമേരിക്കയുടെ അത്രയും ശക്തന്മാരൊന്നും അല്ലല്ലോ നമ്മൾ. പക്ഷെ നമ്മൾ ശക്തന്മാരാണ്. നമ്മൾ ഇത്രയും ആളുകൾ ഉപയോഗിക്കുന്നില്ല, പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. ബട്ട് അതൊരു ഈ ആളുകൾ കൺവിൻസിങ് ആവുന്നുണ്ട്. ഇപ്പം ഞാൻ ഇക്കാര്യത്തിൽ കൺവിൻസിങ് ആണ്. ഈ കൺവിൻസിങ് അല്ലാത്തൊരു ബ്യൂറോക്രാറ്റ്, ഹോം സെക്രട്ടറി, ഫോറിൻ സെക്രട്ടറി, അങ്ങേര് ഓല ഊബർ ആയിപ്പോൾ എന്ത് പറ്റിയെന്ന റേറ്റ് കൂടി, അതല്പം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും, വെറുതെ വർത്താനം പറയാതെ. ഇങ്ങനെ റിപ്പല് ചെയ്യുന്ന മൈൻഡുള്ള ആൾക്കാർ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കൺവിൻസ്. ഈ സെക്രട്ടറിമാരെ കൺവിൻസ് ചെയ്താൽ മാത്രമേ മന്ത്രിമാരുടെ മുമ്പിൽ ഈ സാധനം ചെല്ലുള്ളൂ. അല്ലേ വെറുതെ മാത്രമല്ല, യാത്ര ചെയ്യുന്ന ആളുകൾ ഇത് ഗൗനിക്കുന്നൊന്നുമില്ല. ഇല്ല, ഭൂരിഭാഗം പേർക്ക്. അതല്ലേ ഞാൻ പറഞ്ഞേ, ലേറ്റസ്റ്റ് ഐഫോൺ കയ്യിലുള്ള ആൾ ഈ റേറ്റ് ഗവനിക്കുന്ന ആളല്ല. അയാൾക്ക് വേണ്ടിയിട്ട് പിന്നെ മറ്റുള്ളവർ കരയാൻ പോയാലും. ഏതായാലും നമുക്ക് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. ബട്ട് ഇതെല്ലാം ഉണ്ടല്ലോ, വേറൊരു യാഥാർത്ഥ്യം ഇതിൽ കിടക്കുന്നു. നമ്മുടെ ട്രഡീഷണൽ ടാക്സി ഉണ്ടല്ലോ, മാധവൻ ചേട്ടാ നാളെ ആലപ്പുഴ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് തലേ ദിവസം നമ്മൾ ബുക്ക് ചെയ്യുന്ന ടാക്സി, ആ ടാക്സിക്കാർ ഇതിനേക്കാൾ കൂടുതൽ റേറ്റ് മേടിക്കുന്നു. അതിൽ നിന്നാണ് ഈ ആപ്പുകളെല്ലാം മുളച്ചു പോങ്ങിയത്. സത്യമാണല്ലോ. അവർ ഈ മാധവൻ ചേട്ടന്മാർ ഇപ്പോഴും കുലുങ്ങാൻ തയ്യാറല്ല. ഇപ്പോഴും അവർ കുലുങ്ങാൻ ഒരു മാറ്റമില്ല. പക്ഷേ വേറെ കാര്യം, അവർക്ക് പരമ്പരാഗതമായി കിട്ടുന്ന ഒരു ലോയൽ യാത്രികരുണ്ട്. അവർക്ക് ചില ഫാമിലി കോൺടാക്ട്, മാധവൻ ചേട്ടനോടുള്ള ട്രസ്റ്റാണ് അത്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഈ ആപ്പുകളുടെ ഉത്ഭവം അവിടെ നിന്നാണ്. സാധാരണഗതിയിൽ മാധവൻ ചേട്ടൻ 600 രൂപ ഓടുന്ന ഓട്ടമാണ് ഈ ഊബർ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം 150, പിന്നെ 160, പിന്നെ ഇപ്പോൾ 230, 240, 300 നിൽക്കുന്നത്. ഇപ്പോഴും അവൻ മാധവൻ ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഊബർ അതാണ് ആളുകൾ ഇപ്പോഴും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ എറണാകുളത്ത് പോലെ ഒരു ഓട്ടോറിക്ഷ കൈ കാണിച്ച് നിർത്തിയാൽ 5 ചോദ്യം ചോദിക്കും. എവിടെയാണ്, എത്ര പേരുണ്ട്, എപ്പോൾ വരും, വെയിറ്റ് ചെയ്യണോ, ഇതാണ്. അവസാനം പറയും ഇല്ല, അങ്ങോട്ട് വരത്തില്ല. പിന്നെ അടുത്ത ഓട്ടോ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് രാമായണം മുഴുവൻ നമ്മൾ കേൾപ്പിക്കും. ഒരു ക്വസ്റ്റ്യനിങ് കഴിഞ്ഞിട്ടേ നമുക്ക് വണ്ടി കയറാൻ പറ്റുള്ളൂ. ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട്. ചോദിക്കലല്ല, ചോദ്യം ചെയ്യലാണ്. ഏതായാലും നമുക്ക് നമ്മളൊരു ഇൻറ്ററോഗേഷൻ എന്ന് പറയുമല്ലോ, ആ പരിപാടി. ഇപ്പോൾ ഈ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും എനിക്ക് തോന്നുന്നു ഊബർ ഓലയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകളെ മാത്രമാണ് ഇതിപ്പോൾ അറിയുന്നത്. ബാധിക്കുന്നത് എല്ലാവരെയാണ്, പക്ഷെ അവരറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം കൂടെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. എപ്പോഴും അങ്ങനെയാണ്. ഈ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊള്ളയടിച്ചാൽ നമ്മൾ അറിയില്ല. ഒറ്റയടിക്ക് കൊള്ളയടിക്കുമ്പോഴാണ്. അപ്പോൾ ബുദ്ധിമാന്മാരായ കള്ളന്മാർ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 2 രൂപ, 3 രൂപ, 5 രൂപ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരും. ഈ ഊബർ ഓലയുടെയൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞൊരു 150 രൂപ അവർ കൂട്ടിയിട്ടുണ്ട് സെയിം കിലോമീറ്ററിന്. ഇപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കും, ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ സർജ് റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം ഡിമാൻഡ് കൂടിക്കഴിയുമ്പോൾ ഓലയുടെ യൂബറിൻ്റെ റേറ്റ് കൂടും. അങ്ങനെയൊക്കെയുണ്ട്. മാധവൻ ചേട്ടൻ കോൺസ്റ്റൻ്റ് ആണ് കാര്യത്തിൽ. ഡിമാൻഡ് കൂടിയെന്നോ കുറഞ്ഞു. മാധവൻ ചേട്ടനൂടെ പോകുമ്പോൾ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമുക്ക് ഇടയ്ക്കൊരു ആവശ്യം വന്നാൽ മാധവൻ ചേട്ടൻ എല്ലാത്തിനും കൂടെ നിൽക്കും. അത് നിൽക്കും. അതിൻ്റെ ഗുണങ്ങളുണ്ടില്ല. ഏതായാലും ഇങ്ങനെ ഒരു തട്ടിപ്പ് നമ്മളറിയാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിലൂടെ സംഭവിക്കുന്നുണ്ട്. അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതൊന്നും എനിക്ക് തോന്നുന്നു വലിയ വാർത്തയൊന്നും ആയില്ല. കാരണം ഊബറിൻ്റെയോ ഓലയുടെയൊക്കെ പരസ്യം കിട്ടുന്ന മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ല, ഈ മാധ്യമങ്ങളും ഇതിൽ ബോധമിടല്ല. അവരും ഊബർ ഓലയൊക്കെ വിളിക്കും, പറഞ്ഞ റേറ്റ് കൊടുക്കും, പോകും. അല്ല, നമ്മളും ഈ പറയുന്നത് നമ്മളും വിളിക്കുന്നവരാ. അതെ, എങ്കിലും ഒന്നും പറയാതെ വയ്യ എന്നതുകൊണ്ട് പറഞ്ഞതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.